Human body is not designed for night shift. Human body is not designed for night shift. എവല്യൂഷനിൽ ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഹ്യൂമൻസിന് പറഞ്ഞിട്ടില്ല. ഫാമിലി പ്രശ്നങ്ങൾ വരും, സോഷ്യൽ ലൈഫിൽ അഫക്ട് ചെയ്യുന്നവരുടെ പേഴ്സണൽ ലൈഫിനെ അഫക്ട് ചെയ്യുന്നവരുടെ ഫാമിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്നത്. അതെ അതെ. ഭയങ്കരമായിട്ട് ഞങ്ങളുടെയൊക്കെ വിചാരം നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്നവരാണ്, അടിപൊളിയാണെന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ നമ്മൾ അടിപൊളിയല്ല. ഇത്രയും ആരോഗ്യം നമ്മൾ നോക്കിയിട്ടും എന്താണ് ഇത്ര സ്ട്രെസ് വരാൻ കാര്യം എല്ലാവർക്കും? So doctor, what do you think about it? The more you become more successful, the level of stress you have to face also increases. അപ്പം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നതാണ് എപ്പോഴും ഒരു അതിൻ്റെ നാക്ക്. കാരണം അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ വെറുതെ വീട്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, അതും സ്ട്രെസ്സാണ്. വെറുതെ ഇപ്പം പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്, സ്ട്രെസ്സിന്റെ അത് ഹാൻഡിൽ ചെയ്യാനും അതിൻ്റെ ഒരു ടെക്നിക്സ് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഒരു മെഷീൻ പോലെയാണ്. അത് എപ്പോഴും അത് ഇങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ നേച്ചർ. അല്ലെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെയല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് എപ്പോഴും അതിനൊരു റെസ്റ്റ് പീരീഡ് വേണം. അല്ലെങ്കിൽ അതിനൊരു റിജുവിനേഷൻ ഫേസ് വേണം. നമ്മുടെ മെഷീനറി സർവീസ് ചെയ്യുന്ന പോലെ തന്നെ ഹ്യൂമൻസിനും അതിനുള്ള ഒരു സർവീസിങ് പദ്ധതി അല്ലെങ്കിൽ ഒരു രീതി ആവശ്യമുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സർവീസിങ് അല്ലെങ്കിൽ മെയിൻ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് തന്നെയാണ്. അപ്പം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന എത്ര പണിയെടുത്താലും നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ബോഡിക്ക് അത്രയും ദിവസം ഉണ്ടായി വിയർ ആൻഡ് ടിയർ കുറേയൊക്കെ ഇത് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിപ്പയർ ചെയ്യും. ആൾക്കാർക്ക് പലപ്പോഴും പറ്റുന്ന വെച്ചാൽ രാത്രി ഫുൾ വർക്ക് ചെയ്തിട്ട് ഉറങ്ങത്തില്ല. അപ്പോഴേക്കും ബോഡിക്ക് റിജുവിനേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയില്ല. ഓൺ ദാറ്റ് നോട്ട് അത് വന്നപ്പോൾ എനിക്കൊരു ക്വറി ഉണ്ട്. സാധാരണ എല്ലാവരും ഒരേ സമയത്ത് നോർമൽ പീപ്പിൾ, അബ്നോർമൽ പീപ്പിൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, വെൻ വി ടോക്ക് അബൌട്ട് ദ സ്ലീപ്പ് ടൈമിങ്സ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെയുള്ള നോക്ടേണൽ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും തമ്മിലുള്ളത്. ബട്ട് ഇഫ് ദേ ടേക്ക് മിനിമം 6 hours to 7 hours is what I think normally ഒരു അഡൾട്ടിന് വേണ്ടി 6 hours to 7 hours അല്ലേ? നാഷണൽ സ്ലീപ്പ് അക്കാഡമി പറയുന്നത് 7 to 9 hours. 7 to 9 hours. ആവറേജ് 8 hours. 7 hours ഉറങ്ങിയിരിക്കണം. ആ ഒരു ഇത്രയും ടൈം വേണം ബോഡിക്ക് ഒരു റിജുവിനേഷൻ സംഭവിക്കാൻ. 4 സ്ലീപ്പ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണം. That comes only on 6 to 7 hours ഉണ്ടെങ്കിൽ മിനിമം അത്രയും സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ബോഡിക്ക് റിജുവേഷൻ ഉണ്ടാവത്തുള്ളൂ. ശരി. സോ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് സാധാരണ ഉള്ള ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നോർമൽ ഉള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർ രാത്രി 10 o'clock കിടക്കുന്നു, രാവിലെ 6 o'clock അല്ലെങ്കിൽ 7 o'clock ആ ഒരു സമയത്ത് എഴുന്നേക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രോപ്പർ നൈറ്റ് ടൈം എന്ന് പറഞ്ഞ സാധനമുണ്ട്. പീപ്പിൾ ലൈക്ക് us who work overnight and all that, nocturnal people, we tend to sleep after 2 or 3 or something, or maybe towards morning 5 o'clock or 6 o'clock or something. Then again നമുക്കൊരു 6-7 മണിക്കൂർ 8 മണിക്കൂർ സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ in the day time also after the sunrise also കിട്ടുവാണെങ്കിൽ സെയിം എഫക്ട് തന്നെയാണോ? സെയിം എഫക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഇസ് ഓൾവേസ് ആ ഒരു സൺറൈസോട് കൂടി ബോഡി സ്റ്റാർട്ട് ചെയ്യണം, ബോഡി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം സൺറൈസ് കൂടി. സോ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും 10 to 6 PM ആണ്. പക്ഷെ വെരി റെയർലി നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത്രയും ഇതായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ 10 to 6 അങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ് ഉള്ളവരിലും തന്നെ ഈ പലർക്കും ഇതുപോലെയുള്ള സ്ട്രെസ് ഇഷ്യൂസ്, സ്ട്രോക്ക് വരികയൊക്കെ. അത് മൾട്ടി ഫാക്ടറുകളാണല്ലോ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഫാക്ടർ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഡ്യൂറേഷൻ മാത്രം നോക്കിയാൽ പോരാ, ക്വാളിറ്റി ഓഫ് സ്ലീപ്പും കൂടി നോക്കണം. You have to go into deep sleep. ഡീപ് സ്ലീപ്പിലാണ് ബോഡിക്ക് എല്ലാ ഗുണവും വരുന്നത്. 3 phases ഉണ്ട് REM സ്ലീപ്പ്. 3 phases: ലൈറ്റ് സ്ലീപ്പ്, മീഡിയം സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, REM സ്ലീപ്പ്. REM റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. അത് കണ്ണിങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ചിലർ കണ്ണിങ്ങനെ അനങ്ങുന്ന കാണത്തില്ലേ, അത് സ്ലീപ്പിന്റെ എൻഡ് ഫേസ് ആണ്, ഒരു സൈക്കിളിന്റെ എൻഡ് ഫേസ് ആണ്. ആ സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നത്. അവർ സ്വപ്നം കാണുവാണ്. അല്ല, ഡീപ്പസ്റ്റ് സ്ലീപ്പ് കഴിഞ്ഞിട്ടാണ് REM സ്ലീപ്പ് വരുന്നത്. REM സ്ലീപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈക്കിൾ, അപ്പൊ പിന്നെ ലൈറ്റ് സ്ലീപ്പിലേക്ക് പോകും. അപ്പൊ മിക്കവാറും ആൾക്കാർ ശ്രദ്ധിച്ചാണ് സ്വപ്നം കണ്ടാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും, പിന്നെ കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരു 4 സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സ്ലീപ്പ് പാരാലിസിസ് മറ്റൊരു ടോട്ടൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ 4 സൈക്കിൾ ഒരു സ്ലീപ്പിൽ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താലാണ് കംപ്ലീറ്റ് സ്ലീപ്പ് എന്ന് പറയാൻ പറ്റുന്നത് തിയററ്റിക്കലി. അപ്പം അത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് 4 സ്വപ്നങ്ങൾ ഒരു നൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു തിയററ്റിക്കലി നമുക്ക് അത് പ്രൂവ് ചെയ്യാം. സ്മൂത്ത് ആയിട്ടുള്ള ഡ്രീംസ്, സ്മൂത്ത് ഡ്രീംസ്. നൈറ്റ്മേഴ്സ് അല്ല. നൈറ്റ്മേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെവി സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അതൊരിക്കലും ഫ്യൂച്ചർ പ്രഡിക്ഷനോ ഒന്നുമല്ല. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതാണ് നമ്മൾ ഡ്രീംസ് ആയിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം അത് വളരെ നൈറ്റ്മേഴ്സ് പോലെ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇറ്റ് ബിക്കോസ് ഓഫ് ടു മച്ച് സ്ട്രെസ്. അങ്ങനെ സ്ട്രെസ്സും ഭയങ്കര ബോഡിക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടറും ഫിയറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നൈറ്റ്മേഴ്സ്. Anxiety and excitement and all that. So basically it's
basically and scientifically proven it is good to sleep only from 10 to 6 അല്ലെങ്കിൽ 26 ആണ് ഹ്യൂമൻ ബോഡി യൂണിവേഴ്സ് ഹ്യൂമൻ ബോഡി ഡിസൈൻ what we ചെയ്തത് have tuned ourselves നമ്മൾ അങ്ങനെയാണ് കൊച്ചിലേ അങ്ങനെയാണ് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിലോ ഉറങ്ങാതിരിക്കുന്നതിലും ഭേദം അല്ലാത്ത ടൈമിൽ ഉറങ്ങാതിരിക്കാന്നല്ല we should get the sleep for sure but not in the regular hours ഡെഫിനറ്റ്ലി ഡേ ടൈമിൽ എപ്പോഴും നമ്മുടെ മെലറ്റോണിൻ ഹോർമോൺസ് കുറയും Right. സൺറൈസിലൂടെ നമ്മുടെ മെലറ്റോണിൻ വെച്ചാൽ സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഹോർമോണാണ് പൈനിയൽ ഗ്ലാൻഡ് ബ്രെയിനിലെ പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലറ്റോണിൻ right ഈ മെലറ്റോണിൻ സൺറൈസിലൂടെ കുറയാൻ തുടങ്ങും right ആ സമയത്ത് വി ആർ സപ്പോസ് ടു റൈസ് മനസ്സിലായില്ല അതങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു കറക്റ്റ് ആ ഒരു സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പ് ഉള്ള ഉദ്ദേശിക്കുന്ന ഡീപ്പ് സ്ലീപ്പ് കിട്ടത്തില്ല അത് പോളിസോംനോഗ്രാമിൽ നിന്ന് ടെസ്റ്റ് ചെയ്താലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ okay പക്ഷേ യൂഷ്വലി ഡേ ടൈം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇറ്റ്സ് നോട്ട് ആസ് ഗുഡ് ആസ് നൈറ്റ് ടൈം സ്ലീപ്പ് okay മനസ്സിലായില്ല അതുകൊണ്ടാണ് എപ്പോഴും നൈറ്റ് ടൈം നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നത് ചെയ്യുന്നത് അല്ലേ ഡോക്ടർ ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരല്ലേ അപ്പൊ പെട്ടെന്ന് നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറും ഇപ്പൊ ഡോക്ടേഴ്സിനും ഉണ്ട് നൈറ്റ് ഷിഫ്റ്റ് വരിക അപ്പൊ ഈ സ്ലീപ്പിനെ എഫക്ട് ചെയ്ത് നൈറ്റ് സ്ലീപ്പ് ആക്ച്വലി ഹ്യൂമൻസ് ആർ നോട്ട് സപ്പോസ് ടു ഡു നൈറ്റ് ഷിഫ്റ്റ് അതാണ് ഹ്യൂമൻ ബോഡി അതിപ്പോഴല്ലേ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നേ ഹ്യൂമൻ എവല്യൂഷനിൽ ഒരിക്കലും നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഹ്യൂമൻസിന് പറഞ്ഞിട്ടില്ല ആൾക്കാരുടെ എവല്യൂഷനും അവരുടെ സോഷ്യൽ ഇതും മറ്റേ സോഷ്യൽ റിഫൈൻമെന്റ് സോഷ്യൽ പ്രോഗ്രസ് ഒക്കെ വന്നപ്പോഴാണ് നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനത്തെ പല ടൈം സോൺസിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഷിഫ്റ്റ് പല ജോബ്സും ഈ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ആ നൈറ്റ് വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം വന്നേ പക്ഷേ ഹ്യൂമൻ ബോഡി ഇസ് നോട്ട് ഡിസൈൻ ഫോർ നൈറ്റ് ഷിഫ്റ്റ് ഹ്യൂമൻ ബോഡീസ് എപ്പോഴും 10 to 6 ഉറങ്ങിയിരിക്കണം ബാക്കി സമയത്ത് ദേ വർക്ക് എത്ര ടൈം വർക്ക് ചെയ്യണം ഹ്യൂമൻ ബോഡി അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് ഹ്യൂമൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ആക്റ്റീവ് ആയിരിക്കണം ബേസിക്കലി നമ്മൾ അത് ഓരോരുത്തർക്ക് ഓരോ ഇതാണ് ചിലർക്ക് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയർഡ് ആവും ചിലർക്ക് ഒരുപാട് വർക്ക് ചെയ്യും അത് നമ്മുടെ കപ്പാസിറ്റി ഏതാ ഈ പെട്ടെന്ന് തന്നെ I've seen people who just കുറച്ച് ഫ്യൂ സ്റ്റെപ്സ് ഒന്ന് ജെനറ്റിക് ആണ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ സ്റ്റാമിന എന്ന് പറയുന്ന സംഭവം എപ്പോഴും ജെനറ്റിക് തന്നെയാണ് നല്ല ചില ആൾക്കാർ ജെനറ്റിക്കലി ദേ ആർ മോർ സ്ട്രോങ് സ്റ്റാമിന ഉള്ള ആൾക്കാർ ചിലർക്ക് അത്രയില്ല പിന്നെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് രണ്ടും കൂടി കമ്പൈൻഡ് ആണ് പിന്നെ നമ്മുടെ ഏജ് വിഗർ എല്ലാം കൂടി ചേർത്ത് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാന്നല്ല ബേസിക്കലി നമ്മൾ ഓവർ വർക്ക് ചെയ്യില്ല ഓവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് വിയർ ആൻഡ് ടയർ വരും ഈ കണ്ടിന്യൂസ് വിയർ ആൻഡ് ടയർ നമ്മുടെ ഹാർട്ടിനായാലും ബ്രെയിനിലായാലും ഓരോ കണ്ടിന്യൂസ് വിയർ ആൻഡ് ടയർ വരുമ്പോഴാണ് ഹാർട്ടിന് ഒരുപാട് വിയർ ആൻഡ് ടയർ വന്ന ഡാമേജ് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അതുകൊണ്ട് ബ്രെയിനിന് സ്ട്രോക്ക് വരുന്നു ഓരോ ഇൻഡസ്ട്രി ജോയിൻസിനാണെങ്കിൽ മുട്ട് തേയ്മാനം വരുന്നു മസിൽസിൻ്റെ ശോഷിപ്പുണ്ടാവും ഇതെല്ലാം ഓവർ വർക്കും വിത്തൗട്ട് പ്രോപ്പർ റിജുവിനേഷൻ അപ്പോൾ നമ്മുടെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്യൂവൽ നമ്മൾ ബോഡിക്ക് നമ്മളിപ്പോൾ നല്ല മെഷീനറിക്ക് നല്ല ഫ്യൂവൽ കൊടുക്കുന്ന പോലെ നമ്മുടെ ഫുഡ് എപ്പോഴും ചെറുപ്പം മുതലേ നമ്മളെപ്പോഴും അസുഖം വന്നിട്ടല്ല നമ്മുടെ ഫുഡ് മോഡിഫൈ ചെയ്യേണ്ടത് നമ്മൾ ചെറുപ്പം മുതലേ ഒരു നല്ല ഫുഡ് കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹെൽത്തും വിഗറും കുറേ നാളത്തേക്ക് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അപ്പം ചെറുപ്പം മുതലേ നമ്മുടെ ഏത് മെഷീനെ ഒരു മെഷീനെ എങ്ങനെ നോക്കുന്നു നമ്മുടെ കാറിനെ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കറക്റ്റ് ഫ്യൂൽ കൊടുക്കുക കറക്റ്റ് സർവീസസ് നമ്മുടെ സ്ലീപ്പാണ് നമ്മുടെ ഏറ്റവും നല്ല സർവീസിങ് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ആണ് നമ്മുടെ ഒരു എഞ്ചിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പ്രോപ്പർ സർവീസ് ചെയ്യില്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യും അതുകൊണ്ട് ബോഡി ഷട്ട് ഡൗൺ ചെയ്യും അതാണ് അതിന്റെ രീതിയിൽ അതാണ് ഈ അടുത്ത കാലത്ത് യങ്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ഒരു വർക്കഹോളിക്സ് ആയിട്ട് അവർക്ക് ടാർജറ്റ്സ് ആണല്ലോ ടു മച്ച് കോമ്പറ്റീഷൻ എസ്പെഷ്യലി ഇന്ത്യ പോലെ കൺട്രിയിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് പിടിച്ചേക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ ഈസ് എ പോർ കൺട്രി അല്ലെങ്കിൽ ഒരു അതിൻ്റെ അകത്ത് ഒരുപാട് ജസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ഒരുപാട് അപ്പോൾ അത്രയും വർക്ക് ചെയ്താൽ മാത്രമേ റിസോഴ്സ്ഫുൾ കൺട്രീസ് പോലെയല്ല ഒരുപാട് വർക്ക് ചെയ്താലേ നമുക്കൊരു ബേസിക് ലെവൽ ഓഫ് സ്റ്റാറ്റസ് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആ കോമ്പറ്റീഷനിൽ പീപ്പിൾ അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും കൊളാപ്സ് ചെയ്ത് പോകാറുണ്ട് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഒക്കെ ഞങ്ങൾ ആൾക്കാർ എത്രയോ പേര് സഡൻ ഡെത്ത് സംഭവിക്കുന്നു. കമ്മിങ് ടു അതാണ് യങ് ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ യു ബീൻ ട്രീറ്റിംഗ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഫ്രം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് അല്ലേ അപ്പം ഈ എക്സൈറ്റ്മെന്റ് ആങ്സൈറ്റി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നേരത്തെ പുള്ളി ചോദിച്ച പോലത്തെ പ്രശ്നങ്ങൾ ഇപ്പം യങ്സ്റ്റേഴ്സ് ഒത്തിരി കാണുന്നുണ്ടെന്ന് ഐ ഹാവ് റെഡ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ അഗൈൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് യങ്സ്റ്റേഴ്സിനൊക്കെ എല്ലാം ഈ ബേസിക്കലി നമുക്ക് ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അതിപ്പം ബേസിക്കലി നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് ജങ്ക് ഫുഡ് ലാക്ക് ഓഫ് എക്സസൈസസ് പിന്നെ സ്ട്രെസ്സ് എക്സസ് അവർക്ക് താങ്ങാവുന്നതിലും പറ്റിലും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നു ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവർക്ക് ഇതിനെല്ലാം പ്രീ ഡിറ്റർമിൻ നമ്മുടെ ജീനാണ് നമുക്ക് ഡെഫിനറ്റ്ലി ഡയബറ്റീസ് ഒരു 60 വയസ്സൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഡയബറ്റീസ് വരുന്നത് പക്ഷേ
ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കാരണം അത് പ്രീപോണ്ട് ചെയ്യും, ഒരു 40s അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് അപ്പോൾ നമ്മൾ പ്രോപ്പർ ലൈഫ് സ്റ്റൈലോടെ ചെയ്യുന്ന വെച്ചാൽ ഒരിക്കലും ഡയബറ്റീസ് നിർത്താൻ പറ്റത്തില്ല. പല ആൾക്കാർ പറയുമല്ലോ ഇത് ചെയ്താൽ ഡയബറ്റീസ് വരത്തില്ല, ഇത് ചെയ്താൽ പ്രശ്നം വരത്തില്ല, അതൊക്കെ തെറ്റാണ്. പോസ്റ്റ്പോൺ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മൾ ഒരു പ്രീ ഡയബറ്റിക് ഫേസിൽ ഇങ്ങനെ കുറേ നാളങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ. അതാണ് പറ്റുന്നത്. നമ്മുടെ ജീനിനെ എപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ അതിനെ നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈലും നമ്മുടെ ലൈഫ് ഹാബിറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കാം. So when we say about lifestyles, the lifestyles also depends on how the society is as well, how the places അല്ല നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. So when we say about lifestyle, the hospitals അല്ലെങ്കിൽ ചികിത്സ എന്ന് പറയുന്ന സാധനം should be equal for everyone, and we know the things, we know the difference അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ട്രെസ് പലർക്കും മനസ്സിലാകുന്നില്ല. ദിസ് ഇസ് സ്ട്രെസ് അല്ലെങ്കിൽ ദിസ് ഇസ് എക്സൈറ്റ്മെന്റ് എന്ന് ഒരു പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അറിയത്തില്ല ഇതാണ്, പക്ഷേ എല്ലാത്തിനും ദേഷ്യം മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡിലേക്ക് അങ്ങനത്തെ ഒരു അവരിലേക്ക് എങ്ങനെയാണ് ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ ഐ ഗസ് അല്ലേ, ഇറ്റ് ഈസ് അല്ലേ. സോ ഹൗ ഡു വി അഡ്രസ് ദം ഓർ ഹൗ ഡു വി അറ്റ്ലീസ്റ്റ് get to know such things are happening എന്നുള്ള കാര്യം? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഒരു ലെവൽ ഓഫ് സ്ട്രെസ് എപ്പോഴും വേണം നോർമൽ ഹ്യൂമൻ ബീങ്സ്, എന്നാലും നമുക്ക് ഡ്രൈവ് വരത്തുള്ളൂ. നമുക്ക് കുറച്ച് ബേസിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കരിയറിലാണെങ്കിൽ നമുക്കൊരു അച്ചീവിങ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനുള്ള ഇത് വരത്തുള്ളൂ. പക്ഷേ ആ സ്ട്രെസ് നമ്മൾ ഓവർകം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ ഓവർറൂൾ ചെയ്യാൻ പാടില്ല. വർക്ക് പ്രഷർ ആയിരിക്കും ബേസിക്കലി വർക്ക് പ്രഷർ തന്നെയാണ്. നമ്മൾ വർക്ക് പ്രഷറാണ് ബേസിക്കലി നമ്മുടെ സ്ട്രെസ്. പിന്നെ ബാക്കി വർക്ക് പ്രഷറിന്റെ കാരണങ്ങളോട് മറ്റൊരു പ്രശ്നങ്ങളൊക്കെ വരും, ഫാമിലി പ്രശ്നങ്ങൾ വരും. ഈ ഒരു സാധനം കാരണം ബാക്കിയുള്ളത് നമ്മുടെ സറൗണ്ടിങ് ബാക്കി സോഷ്യൽ ലൈഫിൽ അഫക്ട് ചെയ്യുന്നവരുടെ പേഴ്സണൽ ലൈഫിനെ അഫക്ട് ചെയ്യുന്നവരുടെ ഫാമിലി ലൈഫിനെ അഫക്ട് ചെയ്യും. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ അതെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, മനസ്സിലായില്ല. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസിൽ ഇങ്ങനെ ഡിസ്റ്റോർഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ പല പ്രശ്നങ്ങളും വരുന്നത്. നമുക്കിപ്പോൾ ലൈഫിൽ ഒരാൾക്ക് 5 ഉണ്ട്. നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ 5 സ്പോക്സ് ആണ്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായി, ഈ 5 എണ്ണം ബാലൻസ് ചെയ്യും. പലർക്കും ചില പേഴ്സണൽ ലൈഫ് ഫുള്ളായിരിക്കും. മീ ടൈം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ഇരിക്കുന്നത്. നമുക്ക് എപ്പോഴും എല്ലാവർക്കും സോളിറ്റ്യൂഡ് ആവശ്യമാണ്, എല്ലാവരും ചിലർക്ക് കുറച്ച് സോളിറ്റ്യൂഡ്, ചിലർക്ക് കുറച്ച് മതിയായിരിക്കും. അതെ, മീ ടൈം. പിന്നെ ഫാമിലി ടൈം, നമ്മുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ലൈഫ് നമ്മൾ അതിൽ അപ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സോട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത്, ടൂറിന് പോകുന്നത്, അങ്ങനത്തെ പല രീതിയിലുള്ള. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ബാലൻസ് ചെയ്യണം, മനസ്സിലായില്ലേ. ഇപ്പം ചിലവർ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഫാമിലി കോംപ്രമൈസ് ചെയ്യുന്നു, മീ ടൈം കോൺസെൻട്രേറ്റ്, അതെല്ലാം ഫ്രണ്ട് അത് ഭയങ്കര സ്ട്രെസ് ലെവൽ കൂട്ടും. ഇതെല്ലാം നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് മീ ടൈം ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ടൈം ഇഷ്ടം പോലെ ഉണ്ട്, വർക്ക് ഇല്ലെങ്കിൽ നമുക്കത് സ്ട്രെസ്സാണ്, യൂസ്ലെസ് അല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്, കുറെ നല്ല ജോലി ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം വേണം, ഇതെല്ലാം കൂടി പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനങ്ങളാണ്, മനസ്സിലായി. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തണം. ജോലി മാത്രം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ ടൈം ഫാമിലി എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഫുൾ ടൈം മീറ്റ് ചെയ്യുന്ന വെറുതെ സോൾവ് ചെയ്ത് എല്ലാവർക്കും പ്രോബ്ലംസ് ആണ്. അപ്പം ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം. ബേസിക്കലി സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം. ഈ വർക്ക് ലൈഫ് ബാലൻസിന് 5 സ്പൈക്സ് ഉണ്ട്. അത് നമ്മളെല്ലാം കറക്റ്റായിട്ട് അതിനെ വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്യണം. So you can say ആധികാരികമായിട്ട്, because you know it, about people like us who have no idea about it. You guys have to school us, അല്ലേ? അപ്പം that is not possible. എല്ലാവർക്കും ഇപ്പം ഡോക്ടറിനെ പോലുള്ള ഒരാളുടെ പേഴ്സണലി സംസാരിക്കണം, അല്ലെങ്കിൽ to see you through all the social media, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരോട് how will we? സാറിന് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ആൾക്കാർ കൂടുതലും പറയുന്നത് എക്സസൈസ്, മെഡിറ്റേഷൻ, അങ്ങനത്തെ സാധനങ്ങൾ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഗുഡ് ഫുഡ്, മറ്റേത് ഗുഡ് സ്ലീപ്പ്. ഇത് 2നും ശ്രദ്ധിച്ചിട്ട് വേണം, 2ഉം കറക്റ്റ് ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. പല ടോപ്പ് എക്സിക്യൂട്ടീവ്സും 12 വരെ 1 മണി വരെ വർക്ക് ചെയ്യും, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും, പിന്നെ രാവിലെ വെളുപ്പിന് എഴുന്നിട്ട് യോഗ എക്സസൈസ്, എന്നിട്ട് പറയുന്നു I did 3 hour exercises, I worked till 12 o'clock. ഈ ലോകത്ത് ചെയ്യാൻ ഏറ്റവും വലിയ മണ്ടത്തരാണ് ഈ ഉറങ്ങാതെ പോയി എക്സസൈസ് ചെയ്യുന്നത്. കാരണം ബോഡിക്ക് റിജുവിനേഷൻ ഇല്ലാതെ വീണ്ടും. അതുകൊണ്ടാണ് ഈ പലപ്പോഴും എക്സ്പീരിയൻസ് ഇല്ലാതെ പല മാരത്തൺ റണ്ണേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഉറങ്ങാതെ കിടന്ന് ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഈ സഡൻ ഡെത്ത് സംഭവിക്കുന്നത്. കാരണം ബോഡിക്ക് ഒരിക്കലും ആ ഒരു റിജുവിനേഷൻ കിട്ടുന്നില്ല, മനസ്സിലായില്ലേ. ബോഡിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ അന്ന് എക്സസൈസ് ചെയ്യണ്ട. അതാണ് എൻ്റെ രീതിയിൽ. ഒരു മിനിമം ഒരു 6 അല്ലെങ്കിൽ 7 hours ഉറങ്ങിയില്ലെങ്കിൽ അന്ന് എക്സസൈസ് ചെയ്യണ്ട, മനസ്സിലായില്ലേ.
അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എക്സസൈസ് ചെയ്താൽ അത് ബെറ്ററാണ്, നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഉറങ്ങാതെ പോയി എക്സസൈസ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഗുണമായിട്ട് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ മസിലൊക്കെ പെരുപ്പിക്കാൻ വേണ്ടി ഫിലിം സ്റ്റാർസ് ഒക്കെ 2 മണി വരെ ഷൂട്ടിങ്, പിന്നെ വെളുപ്പ് 4 മണിക്ക് എഴുന്നിട്ട് ജിമ്മിൽ പോകുന്നു. ഇവർക്കൊന്നും കുറേ കഴിയുമ്പോഴേ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വന്ന് വളരെ ചെറുപ്പത്തിൽ ഡയബറ്റീസ് ആവുന്നു, ഹൈപ്പർ ടെൻഷൻ വരുന്നു, പിന്നെ അവരുടെ ഇൻഡൈജഷൻ പ്രോബ്ലംസ്, ജോയിന്റ് ഇഷ്യൂസ്, ഒന്നും ബോഡിക്ക് റിജനറേഷൻ ഇല്ല, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ക്വാളിറ്റി ഓഫ് ലൈഫ് അത്രയും കോംപ്രമൈസ്ഡ് ആവും. ഈ 2 സാധനങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ.